കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു ഇയർബഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്രദമായ ഒരു വീഡിയോയാണിത്. ആമസോണിൽ ഇപ്പോൾ ഇയർബഡുകളുടെ ഒരു ചാകര തന്നെയുണ്ട്. വിലക്കുറവിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച മോഡലുകൾ ഏതൊക്കെയാണെന്നും അവയുടെ ഫീച്ചേഴ്സും വിലയും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ഇയർബഡുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ ആ അഫിലിയേറ്റഡ് ലിങ്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ₹1 പോലും അധികം വരില്ല. ഒപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ഞങ്ങളുടെ ടീമിനെ അത് സഹായിക്കുകയും ചെയ്യും. ആദ്യമായി സെബ്രോണിക്സിന്റെ സബ് സൗണ്ട് ബോംബ് 1 എന്ന ഇയർബഡ് ആണ്. ഇത് സെബ്രോണിക്സിന്റെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇയർബഡ് ആണ്. ഇതിൽ 6mm ഡ്രൈവുകളാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇമേഴ്സീവായ ഓഡിയോ അനുഭവം ഇത് നൽകുന്നുണ്ട്. നിങ്ങൾ പാട്ട് കേൾക്കുകയാണെങ്കിലും സിനിമ കാണുകയാണെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഇതിൽ പ്രതീക്ഷിക്കാം. ബ്ലൂടൂത്ത് 5.0 ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. വയർലെസ് സ്റ്റീരിയോ സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റീരിയോ എഫക്റ്റ് ഇതിൽ കിട്ടുന്നുമുണ്ട്. ബാറ്ററി ലൈഫിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചാർജിംഗ് കേസ് ഉൾപ്പെടെ 12 മണിക്കൂർ വരെ പ്ലേബാക്ക് ടൈം ഇതിൽ ലഭിക്കും. വോയിസ് കമാൻഡുകൾ വഴി വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനും പറ്റും. കുറഞ്ഞ വിലയിൽ അത്യാവശ്യം നല്ല ഫീച്ചറുകൾ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണിത്. 599 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്തായി പീട്രോണിന്റെ ഒരു ഇയർബഡ് ആണ്. ഇതിന്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടി പോലെ തിളങ്ങുന്ന മിറർ ഫിനിഷ് ഡിസൈൻ ആണ് ഇതിനുള്ളത്. വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത് ചെവിയിൽ വെച്ചാൽ അസ്വസ്ഥതകളൊന്നും ഉണ്ടാകില്ല. 30mm നിയോ ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ കേൾക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളതും ബാലൻസ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടും. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ ട്രൂടാൾക്ക് AI ENC ടെക്നോളജിയാണ്. നമ്മൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ പുറത്തെ ശബ്ദങ്ങൾ കുറച്ചുകൊണ്ട് നമ്മുടെ ശബ്ദം മറുപുറത്തുള്ളവർക്ക് വ്യക്തമായി കേൾക്കാൻ ഇതിലെ ഡ്യുവൽ മൈക്ക് സഹായിക്കും. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി 50ms ലോ ലേറ്റൻസി മോഡ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ശബ്ദം വൈകി കേൾക്കുന്ന പ്രശ്നം ഇതിൽ വരില്ല. ബ്ലൂടൂത്ത് 5.3 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രീസൈസ് ടച്ച് സെൻസറുകൾ വഴി മ്യൂസിക്കും കോളുകളും കൺട്രോൾ ചെയ്യാനും വോയിസ് അസിസ്റ്റൻസിനെ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. ചാർജിംഗ് കേസും കൂടി ചേർത്ത് ഏകദേശം 45 മണിക്കൂർ പ്ലേ ടൈം ആണ് പീട്രോൺ വാഗ്ദാനം ചെയ്യുന്നത്. 1 വർഷത്തെ വാറന്റിയും കമ്പനി നൽകുന്നുണ്ട്. 663 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്തായിട്ട് മീവിയുടെ ഒരു മോഡലാണ്. മ്യൂസിക് ലവേഴ്സിന് ശരിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള 13mm ഇലക്ട്രോപ്ലേറ്റഡ് ഡൈനാമിക് ഡ്രൈവേഴ്സ് നല്ല ബേസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈസും മിഡ്സും വളരെ ക്രിസ്പായിട്ട് കേൾക്കാൻ പറ്റും. ഇതിൽ ഡ്യുവൽ മൈക്ക് AI ENC ടെക്നോളജിയാണ് ഉള്ളത്. അതുകൊണ്ട് പുറത്തെ ബഹളങ്ങളൊന്നും മറുഭാഗത്തുള്ള ആളുകളെ അധികം ശല്യം ചെയ്യില്ല. നമ്മുടെ ശബ്ദം ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് കേൾക്കാൻ പറ്റും. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. വലത്തെ ഇയർബഡിൽ നിന്ന് ഒരു ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ ഉടൻ തന്നെ ഗെയിമിംഗ് മോഡ് ഓൺ ആകും. അൾട്രാ ലോ ലേറ്റൻസി ആയതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ ലാഗ് ഉണ്ടാകില്ല. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 50 മണിക്കൂർ വരെയാണ് ഇതിൽ പ്ലേ ടൈം കിട്ടുന്നത്. മീവിയുടെ സ്വിഫ്റ്റ് ചാർജ് ടെക്നോളജി വഴി 10 മിനിറ്റ് ടൈപ്പ് സി ചാർജിങ്ങിൽ നിങ്ങൾക്ക് 500 മിനിറ്റ് പ്ലേ ടൈം കിട്ടുകയും ചെയ്യും. 799 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്തായിട്ട് സൗണ്ട് കോറിന്റെ ഒരു ഇയർബഡ് ആണ്. കാഴ്ചയിൽ തന്നെ വളരെ കോമ്പാക്റ്റായ ഈ ബഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഡിസൈൻ തന്നെയാണ്. 10mm വലിയ ഡ്രൈവേഴ്സ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. സൗണ്ട് കോർ ആപ്പിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺട്രോളുകൾ മാറ്റാനും ഏകദേശം 22 പ്രീസെറ്റ് ഇക്വലൈസറുകളിൽ നിന്ന് ഇഷ്ടമുള്ള സൗണ്ട് മോഡ് തിരഞ്ഞെടുക്കാനും സാധിക്കും. ഇനി ഇയർബഡ്സ് എവിടെയെങ്കിലും വെച്ച് മറന്നുപോയാൽ ആപ്പ് വഴി ഫൈൻഡ് മൈ ഇയർബഡ്സ് ഓപ്ഷൻ ഉപയോഗിച്ച് ശബ്ദം കേൾപ്പിച്ച് അത് കണ്ടുപിടിക്കാനും സാധിക്കും. ഒറ്റ ചാർജിൽ 10 മണിക്കൂർ വരെ പ്ലേ ടൈം കിട്ടും. കേസ് കൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മണിക്കൂർ വരെ ബേക്കപ്പ് ലഭിക്കും. തിരക്കുള്ള സമയങ്ങളിൽ വെറും 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 2 മണിക്കൂർ നേരത്തേക്ക് പാട്ട് കേൾക്കാനും പറ്റും. ഇതിലെ 2 മൈക്കുകളും AI അൽഗോരിതവും ചേർന്ന് കോളുകൾ ചെയ്യുമ്പോൾ പുറത്തെ ശബ്ദങ്ങൾ കുറച്ച് നമ്മുടെ സംസാരം വ്യക്തമായി കേൾപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. 896 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്തായിട്ട് ഫയർബോൾട്ടിന്റെ ഒരു മോഡലാണ്. ഫോൺ വിളിക്കുമ്പോഴുള്ള വ്യക്തതയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിൽ 4 മൈക്രോഫോണുകളും അതോടൊപ്പം ക്വാഡ് മൈക്ക് ENC ടെക്നോളജിയും ഉള്ളതുകൊണ്ട് പുറത്തെ ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ സംസാരിക്കാൻ പറ്റും. മീറ്റിങ്ങുകൾക്കും വോയിസ് കമാൻഡുകൾക്കും ഇത് വളരെ ഉപകാരപ്പെടും. മറ്റൊരു കാര്യം ഇതിന്റെ ഫയർഫോഴ്സ് ആപ്പ് സപ്പോർട്ടാണ്. ഈ ആപ്പിലൂടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇക്വലൈസർ സെറ്റിംഗ്സ് മാറ്റാനും ടച്ച് കൺട്രോളുകൾ റീമാപ്പ് ചെയ്യാനും ബാറ്ററി സ്റ്റാറ്റസ് നോക്കാനുമൊക്കെ സാധിക്കും. ഒറ്റത്തവണ ചാർജ് ചെയ്താൽ കേസ് ഉൾപ്പെടെ ഏകദേശം 50 മണിക്കൂർ വരെ പ്ലേ ടൈം കിട്ടും. ചാർജ് തീർന്നാൽ 5 മിനിറ്റ് കൊണ്ട് ഏകദേശം 300 മിനിറ്റ് വരെ നമുക്ക് പാട്ടുകൾ കേൾക്കാനും പറ്റും. ഗെയിമേഴ്സിന് വേണ്ടി ഇതിൽ 50ms അൾട്രാ ലോ ലേറ്റൻസി മോഡ് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.4 വെർഷൻ ആണ് ഇതിൽ വരുന്നത്. IPX4 വാട്ടർ റെസിസ്റ്റന്റ് ഫീച്ചറും ഇതിലുണ്ട്. 899 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്തത് റിയൽമിയുടെ ഒരു ബഡ്സ് ആണ്. ഇതിൽ 12.4mm ഡൈനാമിക് ബാസ് ഡ്രൈവർ ആണുള്ളത്.
അതുകൊണ്ട് തന്നെ പാട്ടുകൾ കേൾക്കുമ്പോൾ നല്ലൊരു പഞ്ചായിട്ടുള്ള ബാസ് നിങ്ങൾക്ക് കിട്ടും. പ്രത്യേകിച്ച് ബാസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു നല്ല ചോയ്സ് ആണ്. ഇതിന്റെ ചാർജിങ്ങിന്റെ കാര്യമെടുത്താൽ 10 മിനിറ്റ് ചാർജിൽ നിങ്ങൾക്ക് 5 മണിക്കൂർ വരെ പാട്ടുകൾ കേൾക്കാം. മൊത്തത്തിൽ നോക്കിയാൽ ചാർജിംഗ് കേസ് അടക്കം 48 മണിക്കൂർ വരെ പ്ലേബാക്ക് ടൈം കിട്ടും. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇതിൽ ലോ ലേറ്റൻസി മോഡ് വരുന്നുണ്ട്. ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ ആണ്. ഒരേ സമയം 2 ഫോണുകളിലും ലാപ്ടോപ്പിലും ഒക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഗൂഗിൾ ഫാസ്റ്റ് പെയർ സൗകര്യവും ഇതിലുണ്ട്. അടുത്തത് റിയൽമിയുടെ ഒരു ബഡ്സ് ആണ്. ഇതിൽ 12.4 mm ഡൈനാമിക് ബാസ് ഡ്രൈവറാണുള്ളത്. ഇതിന്റെ ചാർജിങ്ങിന്റെ കാര്യമെടുത്താൽ 10 മിനിറ്റ് ചാർജിൽ നിങ്ങൾക്ക് 5 മണിക്കൂർ വരെ പാട്ടുകൾ കേൾക്കാം. മൊത്തത്തിൽ നോക്കിയാൽ ചാർജിംഗ് കേസ് അടക്കം 48 മണിക്കൂർ വരെ പ്ലേബാക്ക് ടൈം കിട്ടും. ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇതിൽ ലോ ലേറ്റൻസി മോഡ് വരുന്നുണ്ട്. ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ ആണ്. ഒരേ സമയം 2 ഫോണുകളിലും ലാപ്ടോപ്പിലും ഒക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഗൂഗിൾ ഫാസ്റ്റ് പെയർ സൗകര്യവും ഇതിലുണ്ട്. 1199 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്തായിട്ട് ബോട്ടിന്റെ നിർവ്വാണ ഇയർബഡ്സ് ആണ്. ഇതിലെ 360 ഡിഗ്രി സ്പെഷ്യൽ ഓഡിയോയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ശബ്ദം എല്ലാ വശങ്ങളിൽ നിന്നും വരുന്നത് പോലെ തന്നെ ഒരു തിയേറ്റർ ഫീൽ നമുക്ക് കിട്ടും. 10 mm DLC ഡ്രൈവറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബോട്ടിന്റെ ആ ഒരു സിഗ്നേച്ചർ ബേസ് നമുക്കിതിൽ നന്നായിട്ട് അനുഭവപ്പെടും. പിന്നെ ഇതിൽ 32 ഡെസിബിൾ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പുറത്തെ ബഹളങ്ങൾ ഒന്നും കേൾക്കാതെ നമുക്ക് പാട്ട് ആസ്വദിക്കാനും പറ്റും. ബാറ്ററിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 100 മണിക്കൂർ പ്ലേബാക്ക് ടൈമാണ് കമ്പനി ഇതിൽ വാഗ്ദാനം ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസത്തേക്ക് ചാർജിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല. ചാർജ് തീർന്നാൽ വെറും 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 4 മണിക്കൂർ വരെ പാട്ട് കേൾക്കാൻ പറ്റുന്ന ഫാസ്റ്റ് ചാർജിംഗ് ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റിയാണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഒരേ സമയം ടാബ്ലറ്റിലും ഫോണിലും ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. ടാബ്ലറ്റിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ കോൾ വന്നാൽ പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാനും പറ്റും. ഇൻ ഇയർ ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇയർബഡ്സ് ചെവിയിൽ നിന്ന് മാറ്റിയാൽ ഉടനെ വീഡിയോ തനിയെ പോസ് ആകും. കോളുകൾക്ക് വേണ്ടി 4 മൈക്കുകളും AI ENS ടെക്നോളജിയും ഉള്ളതുകൊണ്ട് നല്ല വ്യക്തതയുള്ള സംസാരം നമുക്ക് സാധ്യമാകും. 1299 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്തായിട്ട് OnePlusന്റെ ഒരു ഇയർബഡ് ആണ്. സിംഗിൾ ചാർജിൽ ഏകദേശം 54 മണിക്കൂർ വരെ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും. ചാർജ് തീർന്നാൽ വെറും 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 8 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് പാട്ടുകൾ ആസ്വദിക്കാൻ സാധിക്കും. 12.4 mm വലിപ്പമുള്ള ടൈറ്റാനിയം കോട്ടഡ് ഡ്രൈവേഴ്സ് ആണ് ഇതിൽ വരുന്നത്. നിങ്ങളൊരു OnePlus ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിലെ ഫിക്സഡ് സ്പെഷ്യൽ ഓഡിയോ ഫീച്ചർ കൂടി ആസ്വദിക്കാൻ സാധിക്കും. പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു തിയേറ്റർ എഫക്റ്റ് കിട്ടും. ഇതിൽ AI ഉപയോഗിച്ചുള്ള 2 മൈക്ക് നോയിസ് ക്യാൻസലേഷൻ സിസ്റ്റം ഉണ്ട്. പുറത്തെ കാറ്റോ അല്ലെങ്കിൽ വണ്ടികളുടെ ഒച്ചയോ ഒന്നും തന്നെ നിങ്ങളുടെ സംസാരത്തെ ബാധിക്കില്ല. OnePlus ഫോണുമായി കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള ഒരു ടാപ്പിലൂടെ വിദേശികളുമായി സംസാരിക്കുമ്പോഴുള്ള ഭാഷാ തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറ്റാനും സാധിക്കും. ഒരേ സമയം 2 ഡിവൈസുകളുമായി ഇത് കണക്ട് ചെയ്യാനും സാധിക്കും. ബ്ലൂടൂത്ത് 5.4 ആണ് ഇതിൽ വരുന്നത്. 1499 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്തായി JBLന്റെ ഒരു ഇയർബഡ് ആണ്. ഇതിന്റെ പ്രധാന പ്രത്യേകത ഇതിലെ അഡാപ്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ടെക്നോളജിയാണ്. നമ്മൾ നിൽക്കുന്ന സാഹചര്യം മനസ്സിലാക്കി പുറത്തെ ബഹളങ്ങളെ തനിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ പാട്ടുകൾ കൂടുതൽ വ്യക്തതയോടെ കേൾക്കാം. JBLന്റെ തന്നെ സിഗ്നേച്ചർ പ്യുർ ബാസ് സൗണ്ട് ഇതിലുണ്ട്. കോളുകൾ വിളിക്കുന്ന കാര്യത്തിലും JBL വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. 6 മൈക്കുകളാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ പോലും മറുഭാഗത്തുള്ളവർക്ക് നമ്മുടെ ശബ്ദം വളരെ ക്ലിയറായി ആസ്വദിക്കാൻ പറ്റും. ബാറ്ററിയുടെ കാര്യത്തിൽ 48 മണിക്കൂർ വരെ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. ഒരേ സമയം 2 ഡിവൈസുകളിൽ ഇത് കണക്ട് ചെയ്യാനും സാധിക്കും. ഗൂഗിൾ ഫാസ്റ്റ് പെയർ സ്മാർട്ട് ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. 3999 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അവസാനമായിട്ട് സോണിയുടെ ഒരു ഇയർബഡ് ആണ്. കാഴ്ചയിൽ വളരെ സിമ്പിളും ചെറുതുമാണെങ്കിലും ഇതിന്റെ ഫീച്ചേഴ്സ് മികച്ചതാണ്. മെയിനായിട്ട് ഇതിന്റെ കംഫർട്ട് തന്നെയാണ് എടുത്തു പറയേണ്ടത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ എത്ര നേരം ചെവിയിൽ വെച്ചിരുന്നാലും ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് ടൈം മ്യൂസിക് കേൾക്കുന്നവർക്കും കോളുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്കും ഇതൊരു നല്ല ചോയ്സ് ആയിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒറ്റ ചാർജിൽ ഏകദേശം 11 മണിക്കൂർ വരെ പ്ലേ ടൈം കിട്ടും. കേസും കൂടെ കൂട്ടിയാൽ 22 മണിക്കൂർ വരെ നമുക്ക് മ്യൂസിക് ആസ്വദിക്കാൻ പറ്റും. ചാർജ് തീർന്നു പോയാൽ 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 1 മണിക്കൂർ വരെ പാട്ട് കേൾക്കാൻ പറ്റുന്ന ക്വിക്ക് ചാർജിംഗ് ഫീച്ചറും ഇതിലുണ്ട്. മൾട്ടി പോയിന്റ് കണക്ഷൻ ഫീച്ചറും ഇതിനോടൊപ്പം വരുന്നുണ്ട്. അതായത് ഒരേ സമയം ലാപ്ടോപ്പിലും ഫോണിലും നമുക്ക് കണക്ട് ചെയ്യാം. പുറത്തെ ശബ്ദങ്ങൾ കൂടി കേൾക്കാൻ സാധിക്കുന്ന ആംബിയന്റ് സൗണ്ട് മോഡ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കാതെ തന്നെ ക്ലിയറായി സംസാരിക്കാൻ ഇതിലെ മൈക്രോഫോൺ നമ്മെ സഹായിക്കുന്നുണ്ട്. സോണിയുടെ DSEE ടെക്നോളജി ഇതിലുണ്ട്. നമ്മൾ കേൾക്കുന്ന സാധാരണ മ്യൂസിക് ഫയലുകളെ ബൂസ്റ്റ് ചെയ്ത് കൂടുതൽ ക്വാളിറ്റിയോടെ കേൾപ്പിക്കാൻ ഇത് സഹായിക്കും. IPX4 റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ വിയർത്താലും ചെറിയ വെള്ളം തെറിച്ചാലും ഒന്നും ഇതിനൊന്നും സംഭവിക്കില്ല. 4389 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഈ വീഡിയോ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.